നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. IPL എന്നാൽ വെറും വിനോദമല്ല, അതൊരു കോടികളുടെ ബിസിനസ്സാണ്. ആ ബിസിനസ് സാമ്രാജ്യത്തിൽ ഇനി കളി മാറും, നിയമങ്ങളും മാറും. ഈ വരുന്ന IPL സീസണിന് മുന്നോടിയായി BCCI പുറത്തിറക്കിയ പുതിയ മാർഗനിർദ്ദേശങ്ങൾ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ടീം ഉടമകളും കളിക്കാരും. കളിക്കളത്തിലെ പ്രകടനം മാത്രമല്ല, കളിക്കാർ എന്ത് ധരിക്കണം, എപ്പോൾ ഉറങ്ങണം, ഗ്രൗണ്ടിൽ എങ്ങനെ നടക്കണം എന്നതിലടക്കം BCCI ഇപ്പോൾ കൈവച്ചിരിക്കുകയാണ്. സ്ലീവ്ലെസ് ജേഴ്സി ഇട്ടാൽ പിഴ, ചെരുപ്പിട്ടാൽ പണിപാളും, മാച്ച് ഡേയിൽ പരിശീലനം പാടില്ല. അങ്ങനെ നീളുന്നും നിബന്ധനകൾ. വെറുമൊരു അച്ചടക്ക നടപടിയാണോ ഇത്? അതോ ഇതിനു പിന്നിൽ വമ്പൻ സാമ്പത്തിക താൽപ്പര്യങ്ങളുണ്ടോ? ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ ഈ പുതിയ നിയമങ്ങളെ നമുക്കൊന്ന് കീറിമുറിച്ച് പരിശോധിക്കാം. വീഡിയോ മുഴുവനായി കാണുക. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം കളിക്കാരുടെ വസ്ത്രധാരണത്തിലാണ്. കളി കഴിഞ്ഞുള്ള ഔദ്യോഗിക ചടങ്ങുകളിൽ, അതായത് പോസ്റ്റ് മാച്ച് പ്രസന്റേഷൻ, പത്രസമ്മേളനം എന്നിവയിൽ സ്ലീവ്ലെസ് ജേഴ്സിയോ ഫ്ലോപ്പീസോ ധരിച്ചെത്തിയാൽ കനത്ത പിഴയാണ് BCCI കാത്തുവച്ചിരിക്കുന്നത്. ആദ്യ തവണ താക്കീത് നൽകുമെങ്കിലും രണ്ടാമതും ആവർത്തിച്ചാൽ ലക്ഷങ്ങളാണ് കളിക്കാരന്റെ പോക്കറ്റിൽ നിന്ന് പോകാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് BCCI ഇത്രയും കർക്കശമാകുന്നത്? ഇവിടെയാണ് പ്രൊഫഷണലിസം എന്ന വാക്കിനു പിന്നിലെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. IPL ഒരു ആഗോള ബ്രാൻഡാണ്. കോടിക്കണക്കിന് രൂപ മുടക്കി ലോഗോ പതിപ്പിക്കുന്ന സ്പോൺസർമാരുണ്ട്. കളിക്കാർ സ്ലീവ്ലെസ് ജേഴ്സി ധരിക്കുമ്പോൾ പലപ്പോഴും സ്പോൺസർമാരുടെ ലോഗോകൾ മറയ്ക്കപ്പെടുകയോ അവ്യക്തമാവുകയോ ചെയ്യുന്നു. ഇത് സ്പോൺസർമാരെ ചൊടിപ്പിക്കുന്നുണ്ട്. അവരെ തൃപ്തിപ്പെടുത്താനാണ് BCCI ഈ യൂണിഫോം നിയമം കൊണ്ടുവരുന്നത്. പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ ഒരു കോർപ്പറേറ്റ് ലുക്ക് വേണമെന്നത് ബോർഡിന് നിർബന്ധമാണ്. നിങ്ങൾ ചോദിച്ചതുപോലെ ജേഴ്സി ഊരിയുള്ള പ്രകടനങ്ങൾ ബാൻ ചെയ്യാനും ഫൈൻ ഇടാനുമുള്ള നീക്കം ഇതിന്റെ ഭാഗമാണോ? തീർച്ചയായും അതെ. ഇതിനു പിന്നിൽ രണ്ട് പ്രധാന കാരണങ്ങളുണ്ട്: ഡിസിപ്ലിൻ ആൻഡ് ഇമേജ്. ക്രിക്കറ്റ് എന്നത് ജെന്റിൽമാൻസ് ഗെയിമാണെന്ന് BCCI ലോകത്തോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. മൈതാനത്ത് ജേഴ്സി ഊരിയെറിയുന്നതും ശരീരപ്രദർശനം നടത്തുന്നതും പ്രൊഫഷണലിസത്തിന് നിരക്കാത്തതാണെന്ന് ബോർഡ് കരുതുന്നു. പരസ്യവരുമാനം. ഒരു താരം തന്റെ ജേഴ്സി ഊരുമ്പോൾ ആ ജേഴ്സിയിൽ കോടികൾ നൽകി സ്ഥാനം പിടിച്ച് 5 മുതൽ 10 വരെ ബ്രാൻഡുകളാണ് ക്യാമറ കണ്ണുകളിൽ നിന്ന് മറയുന്നത്. ആ നിമിഷം ടെലിവിഷനിൽ വരുന്നത് കളിക്കാരന്റെ നഗ്ന ശരീരമാണ്, ബ്രാൻഡുകളല്ല. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു മാച്ച് വിന്നിംഗ് നിമിഷത്തിൽ സ്പോൺസർമാരുടെ ലോഗോകൾ കാണുന്നില്ല എന്നത് BCCIയെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ്. അതുകൊണ്ടാണ് ആഘോഷങ്ങൾക്കും ഇനി നിയന്ത്രണങ്ങൾ വരുന്നത്. രണ്ടാമത്തെ നിയമം കേട്ടാൽ ചിലപ്പോൾ അത്ഭുതം തോന്നാം. മത്സരം നടക്കുന്ന ദിവസം ടീമുകൾക്ക് ഗ്രൗണ്ടിൽ പരിശീലനത്തിന് അനുവാദമുണ്ടാകില്ല. ഇതെന്താ, കളിക്കാർക്ക് മടി പിടിക്കാനാണോ? അല്ല. ഇതിനു പിന്നിൽ കൃത്യമായ ശാസ്ത്രീയ കാരണങ്ങളുണ്ട്. IPL സീസണിൽ പിച്ചുകൾക്ക് വിശ്രമം കുറവാണ്. തുടർച്ചയായ മത്സരങ്ങൾ നടക്കുമ്പോൾ പിച്ചിന്റെ ഗുണനിലവാരം കുറയാൻ സാധ്യതയുണ്ട്. മാച്ച് ഡേയിലെ കഠിനമായ പരിശീലനം പിച്ചിനും ഔട്ട്ഫീൽഡിനും കേടുപാടുകൾ വരുത്തുന്നു. ഇതൊഴിവാക്കി പിച്ചിന്റെ ആയുസ് കൂട്ടാനാണ് BCCI ലക്ഷ്യമിടുന്നത്. കൂടാതെ കളിക്കാർക്ക് കൂടുതൽ വിശ്രമം നൽകുന്നതിലൂടെ പരിക്കുകൾ കുറയ്ക്കാനും സാധിക്കും. എന്നാൽ പരിശീലനമില്ലാതെ നേരിട്ട് കളത്തിലിറങ്ങുമ്പോൾ കളിക്കാരുടെ പെർഫോമൻസിനെ ബാധിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നു. മൂന്നാമത്തെ നിയമം ഓറഞ്ച് ക്യാപ്, പർപ്പിൾ ക്യാപ് ജേതാക്കളെ സംബന്ധിച്ചാണ്. മത്സരത്തിന്റെ തുടക്കത്തിലെങ്കിലും അവരത് ധരിച്ചിരിക്കണം. ഇത് കേവലം ഒരു തൊപ്പി മാത്രമല്ല, IPLന്റെ ഇതിഹാസത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡിംഗ് ടൂളുകളിൽ ഒന്നാണ്. ഇത് ധരിക്കുന്നതിലൂടെ മികച്ച താരങ്ങളെ കാണികൾക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കുന്നു. BCCI ഒരു ആഗോള നിലവാരത്തിലേക്ക് IPLനെ മാറ്റിയെടുക്കുകയാണിതിലൂടെ. ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, IPL ഇനി വെറുമൊരു കളിയല്ല, അതൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ നിൽക്കണമെങ്കിൽ BCCI പറയുന്ന താളത്തിന് കളിക്കാർ തുള്ളേണ്ടിവരും. പ്രൊഫഷണലിസം കൊണ്ടുവരുന്നതിലൂടെ IPLന്റെ മൂല്യം കൂടുമെങ്കിലും കളിക്കാരുടെ സ്വാഭാവികമായ ആവേശം അടിച്ചമർത്തപ്പെടുമോ എന്നത് കണ്ടറിയേണ്ടതാണ്. BCCIയുടെ ഈ പുതിയ നിയമങ്ങളെ നിങ്ങൾ എങ്ങനെ കാണുന്നു? ഡ്രസ് കോഡ് കർക്കശമാക്കിയത് ശരിയാണോ? ജേഴ്സി ഊരിയുള്ള ആഘോഷങ്ങൾ ബാൻ ചെയ്തതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കായിക ലോകത്തെ എല്ലാ ഇൻസൈഡ് വാർത്തകൾക്കുമായി സ്പോർട്സ് പിച്ച് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.